മിസ്റ്റർ ഗിരി, അകത്തേക്ക് വരൂ. യെസ്, ഹാവ് എ സീറ്റ്. ഞാൻ വരാൻ പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഗിരിക്ക് ആരെങ്കിലുമായിട്ട് ബിസിനസ് റൈവൽറി? ഇല്ല സർ. ഐ എം സോറി ടു ആസ്ക്, യുവർ വൈഫ് ഹാസ് എനി എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്, അങ്ങനെ എന്തെങ്കിലും? മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരം കേസുകളിൽ അത്തരം പോസിബിലിറ്റിക്ക് ചാൻസസ് കൂടുതലാണ്. ഗിരിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നോ സർ. അനിത ഓർഫനായിരുന്നു അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. ഗിരി, താങ്ക് യു സർ. ജനിപ്പ പോയേ? സർ സർ പ്ലീസ് സർ. ആ ഫാമിലി മർഡർ കേസിലെ അയ്യപ്പ സാർ അല്ലെങ്കിലേ ടെൻഷനില്ല. ഞാനും ആ കേസിന്റെ കാര്യം പറയാനാ വന്നത്. ആ പെറ്റി കേസിന്റെ പേര് ഷോ കാണിക്കാതിരുന്നെങ്കിലേ ഞാൻ എന്തെങ്കിലും ചെയ്താൽ. ആ സർ സർ ഇത് SP ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തേ. സർ, ഈ ഒരു ഒറ്റ തവണ ഈ ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു ദോ, ആ പോയിക്കോളാം. മൂന്നാമത്തെ സ്റ്റേഷനിലെ വിറ്റ്നസിനെ വിളിച്ചേ. സർ, ഈ രണ്ട് കേസും അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ക്രൈം പാറ്റേൺസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എന്ത് ഡിഫറൻസ്? സർ സർ ഇത് സി സർ, ഇത് ഫസ്റ്റ് മർഡർ സ്പോട്ടിൽ നിന്നെടുത്ത ഫോട്ടോസ് ആണ്. സി സർ, ഇതിൽ കൊലയാളി ഉപയോഗിച്ചത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിഗരറ്റ് ബഡ്സ് ആണ്. എല്ലാം ഇന്ത്യൻ ബ്രാൻഡ്സിന്റെ. ഇത് നോക്കൂ സർ, ഈ മർഡറിലും സെയിം പാറ്റേൺ ആണ്. പക്ഷേ ഇത് ഈ ലാസ്റ്റ് മർഡറിൽ ഇതിലെല്ലാ സിഗരറ്റ് ബഡ്സും ഒരേ കമ്പനിയുടെ. ഒന്നും ഇന്ത്യൻ അല്ല, ഫോറിൻ ബ്രാൻഡ്സ്. ഓക്കെ, ഞങ്ങൾ അന്വേഷിക്കാം. ദാ. സർ, എനിക്കൊരാളെ സംശയമുണ്ട്. ആരെ? ആ മരിച്ച സ്ത്രീയുടെ ഭർത്താവിനെ. അയാളും സെയിം ബ്രാൻഡ് സിഗരറ്റാ യൂസ് ചെയ്യുന്നത്. സാർ ഒരു സിഗരറ്റ് ഒക്കെ വെച്ച്. അത് മാത്രമല്ല സർ, അയാളുടെ ആ കാർ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, മോർച്ചറിയുടെ മുമ്പിൽ വെച്ച്. യെസ് സർ, ഐ എം ഷുവർ. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രൈം നടന്ന അതേ ദിവസം. ഞങ്ങൾ അന്വേഷിക്കാം മാഡം. യു മേ ഗോ പ്ലീസ്. അൻവർ, ആ ഫയൽ കൊടുത്തേക്ക്. താങ്ക് യു. അൻവർ സർ, ആ DNA റിപ്പോർട്ടിലെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? B90 സർ. അന്ന് മൊഴിയെടുത്തപ്പോൾ ഗിരി നാട്ടിലില്ലെന്നല്ലേ പറഞ്ഞത്? അതെ സർ, ഒരു ബിസിനസ് മീറ്റിങ്ങിന് കൊൽക്കത്തയിൽ പോയി എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഗിരി എന്നൊരാൾ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് CCTV ഫുട്ടേജ് കിട്ടണം. ആ ക്രൈം സ്പോട്ടിൽ നിന്ന് കളക്ട് ചെയ്ത ബ്ലഡ് സാമ്പിളുകളിൽ ഒരെണ്ണം B നെഗറ്റീവാണ്. ഗിരി അവിടെ ഇല്ലെന്ന് പറയുമ്പോൾ ആ ജേനി പറഞ്ഞത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. അവിടെ CCTV ഉണ്ടാവില്ലേ? ഉണ്ടാവും സാർ. ഫുട്ടേജ് ഇപ്പം തന്നെ എടുപ്പിക്കണം. ഷുവർ സർ. മാണിക്ക, വാ വണ്ടി എടു. Hi Jenny. हाय सैम. What's up? Long time, huh? अच्छा सुनना, मैं एक केस इन्वेस्टिगेट कर रही हूँ. मेरे को उसका थोड़ा इन्फो चाहिए. ओह, अरे एक काम करना, मेरे को एक मेल भेज, मैं देख लूंगा. यार, हर बार सिर्फ ऑफिशियल हाँ? यार मेरे को थोड़ा जल्दी है, कैसे भी करके मुझे वो आर्टिकल कंप्लीट करना है. चल चल तू मेल भेज, मैं देख लूंगा. ठीक है सैम, थैंक यू सो मच. जल्दी. ठीक है dear, हाँ bye-bye, ठीक है, love you. बाय.
സ്റ്റോപ്പ്. ഇതൊന്ന് സൂം ചെയ്തേ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇതൊന്ന് കോപ്പി ചെയ്യണേ. ഞാൻ ഒരു സിഗരറ്റ് വലിച്ചോട്ടെ സാറേ? സാറിൻ്റെ കല്യാണം കഴിഞ്ഞാണോ? 15 വർഷം മുമ്പ് വൈഫ് മരിച്ചുപോയി. ഭാഗ്യവാൻ. സെറ്റ് വെച്ചിട്ട് പുറത്തൊന്നുമല്ല, ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം അയച്ചു തന്നെ. ആദ്യത്തെ 1-2 വർഷമൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ തലവേദനയാ സാറേ. കേട്ടത് തന്നെ കേട്ട് എത്ര നാളെന്ന് വെച്ചാൽ ജീവിക്കുന്നത്. കൊല്ലണമെന്ന് വെച്ച് ചെയ്തതൊന്നുമല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവളോട് ഉടക്കി സംസാരിക്കുന്നതന്നെ. അതിപ്പോൾ ഇങ്ങനെ ആക്ച്വലി അന്നെന്താ ചെയ്തതെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പറ്റിപ്പോയി. ഈ റിപ്പറുടെ തലയിടാനുള്ള ഐഡിയ എൻ്റെ തന്നെയാണ്. ഫോറൻസിക്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അതിപ്പോൾ ആരാന്ന് ചോദിക്കൊന്നും വേണ്ട, ഞാൻ പറയത്തില്ല. ഞാൻ ഫുൾ ഏറ്റല്ലോ. എന്താ ഇത്? ഞാൻ എന്താടാ ഇത്? അപ്പച്ചനുള്ള സ്റ്റാറാന്ന്. അമ്മച്ചി കിട്ടിയാലേ ശരിയാവുള്ളൂന്ന്. ഇറങ്ങിക്കേ. പ്രായം എന്തായിന്ന വിചാരം? ഇങ്ങ തന്നെ പിടിക്ക്. ഇറങ്ങിക്കേ. ചെറുമോള് കെട്ടിയാലേ അപ്പച്ചന് കൂടുതൽ സന്തോഷാവും. ഗ്രേസ് മോൾ, ഞാനൊരു കേസിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ കേസ് ഞാൻ കണ്ടുപിടിച്ച എവിഡൻസ് വെച്ചാ സോൾവ് ചെയ്തത്. ആര് കണ്ടുപിടിച്ചെന്ന്? ഓ, ഒന്ന് സഹായിച്ചു എന്ന് പറഞ്ഞേ. എപ്പോഴും ഇങ്ങനെ പറയണ്ട. പിടിക്ക്. ഓ, ഹലോ അൻവർ സാർ, പറയൂ. ജെനി ഫ്രീ ആണോ? ആ, അയ്യപ്പ സാർ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ശരി, ഫ്രീ ആണ്. ഒരു 7 PM ഞാൻ വരാം. ഓക്കെ, സ്റ്റേഷനിൽ. ഓക്കെ, ബൈ. അച്ഛമ്മ, എനിക്കൊന്ന് സ്റ്റേഷൻ വരെ പോണം. അൻവർ സാർ വിളിച്ചിരുന്നു ആ കേസിന്റെ കാര്യത്തിന്. ഈ സന്ധ്യക്കോ? ഇപ്പൊ പോണ്ട. അങ്ങനെ പറയല്ലേ. ഞാൻ വലിയ ക്രൈം ജേർണലിസ്റ്റ് ആയ ആർക്കാ അതിന്റെ ക്രെഡിറ്റ്? സോപ്പ് മതി, പോയിട്ട് എളുപ്പം വാ. താങ്ക് യു. ഓക്കെ, ബൈ. നോക്കിക്കോണം. കൊണ്ടാ, ഞാൻ കെട്ടാം. വേണ്ട, ഞാൻ കിട്ടാം. വേണ്ട, കണ്ട നായർ കുട്ടികൾ കെട്ടിയാലേ അപ്പച്ചന് ഇഷ്ടാകിയല്ല. ഇങ്ങോട്ടോ, ഞാൻ തന്നെ കെട്ടിക്കാം.